Hello friends, I am HASEENA, working as an assistant professor in Eranad Engineering College, Manjeri. Here we are revising Module 5 from Engineering Mechanics as per KTU syllabus. എൻജിനീയറിംഗ് മെക്കാനിക്സിലെ KTU സിലബസിലെ 6 മൊഡ്യൂളാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം എൻജിനീയറിംഗ് മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബോഡി വിച്ച് ആർ അറ്റ് റെസ്റ്റ് ആൻഡ് യൂണിഫോം മോഷൻ. റെസ്റ്റിലും യൂണിഫോം മോഷനിലുള്ള ബോഡി പ്രോപ്പർട്ടി അനുസരിച്ച് എൻജിനീയറിംഗ് മെക്കാനിക്സിനെ നമുക്ക് 2 ബ്രാഞ്ചാക്കി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക്സ്, ദ നെക്സ്റ്റ് വൺ ഈസ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് മെക്കാനിക്സിലെ ഒരു ബ്രാഞ്ചാണ്, റെസ്റ്റിലുള്ള ബോഡീനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് സ്റ്റഡി അബൌട്ട് ദ മോഷൻ ഓഫ് ബോഡി. അപ്പോൾ 6 മൊഡ്യൂളിലെ ആദ്യത്തെ 4 മൊഡ്യൂൾ ഈസ് അണ്ടർ KTU സിലബസിലെ ആദ്യത്തെ 4 മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സിലുള്ളതാണ്, ഡൈനാമിക്സിലാണ് ബാക്കി 2 മൊഡ്യൂൾ 5ഉം 6ഉം വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഡൈനാമിക്സിൽ 40% മാർക്ക് വെയിറ്റേജ് വരുന്നത് ഡൈനാമിക്സ് മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ 5ഉം 6ഉം മൊഡ്യൂൾ ആദ്യം റിവൈസ് ചെയ്തിട്ട് പിന്നെ സ്റ്റാറ്റിക്സിലുള്ള ഫസ്റ്റ് 4 മൊഡ്യൂൾസ് റിവൈസ് ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. നമ്മളിവിടെ പഠിക്കുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 കംപ്ലീറ്റ് അല്ല, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസും അതിനെ യോജിച്ച കുറച്ച് പ്രോബ്ലംസും കുറച്ച് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് 6 ആർ ദ മെയിൻ ടോപ്പിക്സ് ഫ്രം മൊഡ്യൂൾ 5. First one is combined motion of translation and rotation. ചെറിയ ക്ലാസ്സിൽ, അതായത് +2ലും +1ലും നമ്മൾ പല ടൈപ്പിലുള്ള മോഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലീനിയർ മോഷൻ, കർവ് ലീനിയർ മോഷൻ, റൊട്ടേഷൻ, പ്രൊജക്റ്റൈൽ മോഷൻ, അതിന് കുറേ ഇക്വേഷൻസും അതിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ കാണാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ എൻജിനീയറിംഗ് മെക്കാനിക്സിൽ എൻജിനീയറിങ്ങിനെ നമ്മൾ പഠിക്കുന്നത് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷനാണ്. അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ മോഷനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മോഷൻസ് ഉണ്ട്. എക്സാമ്പിൾ, ഒരു വീലിൻ്റെ റൊട്ടേഷൻ, ഏതെങ്കിലും ഒരു സർഫസ് കൂടെ മൂവ് ചെയ്യുന്ന ഒരു വീല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോള്, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അതിന് ലീനിയർ ആയിട്ടൊരു മോഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ ബോഡീൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ, വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കൽ, വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഇതിൽ പഠിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ വെലോസിറ്റിയും ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതുവരെ ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനും ഒഴിച്ച് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് 3-4 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ ഇതിൻ്റെ തിയറി 5 മാർക്കിന് 95% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. നമുക്കെല്ലാവർക്കും അറിയുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിലെ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പ്രോബ്ലം ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിലെ തിയറി പറഞ്ഞ പോലെ തന്നെ 95% യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 10 മാർക്കിന് ഇതിൻ്റെ പ്രോബ്ലംസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. നമുക്കെല്ലാവർക്കും അറിയാം, പെട്ടെന്ന് ഓർത്തെടുക്കാനാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ പറയുമ്പോൾ F=ma, സം ഓഫ് ഫോഴ്സ് ആക്ടിങ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ വരുന്നതിന് ഒരു ഡൈനാമിക്സിലുള്ള മൂവ്മെൻ്റ് ഉള്ളൊരു ബോഡിക്കാണ്, അല്ലെങ്കിൽ നമ്മൾ സം ഓഫ് ഫോഴ്സ് =0 എന്നാണ് പറയൽ. 0 നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സം ഓഫ് ഫോഴ്സ് ma. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ. ഈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും ഡിയലംബർട്ട്സും പ്രിൻസിപ്പിളും വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്യാണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മൊഡ്യൂൾ 5 2 ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് നമ്മൾ പഠിക്കുന്നത് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ റൊട്ടേഷനും, രണ്ടാമത്തേത് നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. ഇതിൻ്റെ പ്രോബ്ലംസോ ഇതിൻ്റെ കുറച്ച് തിയറികളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷനിലാണ്. കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഞാൻ പറഞ്ഞു, ബെസ്റ്റ് എക്സാമ്പിളാണ് വീൽസ്.
അതായത് നമ്മൾ സാധാരണ കാണുന്ന വാഹനങ്ങളുടെ ചക്രങ്ങൾ, ടയറുകൾ. ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, കൂടെ തന്നെ അതിനൊരു ലീനിയർ മോഷനും കൂടി ഉണ്ട്. നീളത്തിൽ പോവുകയും ചെയ്യും, വട്ടത്തിൽ കറങ്ങുകയും ചെയ്യും, നീളത്തിൽ പോവുകയും ചെയ്യും. അതായത് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷനിൽ ഒരു ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദിസ് ദർ ഈസ് എ റൊട്ടേഷണൽ മോഷൻ. ഇതിനെ സാധാരണ നമുക്ക് വേണമെങ്കിൽ ജനറൽ പ്ലെയിൻ മോഷൻ എന്ന് വിളിക്കാം. ജനറൽ പ്ലെയിൻ മോഷൻ. ഇതിൽ പ്രത്യേകിച്ച് തിയറി ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇതിൽ പഠിക്കാനുള്ള പ്രോബ്ലംസിലെ ഏറ്റവും ബെസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒരു വീല് ഓഫ് റേഡിയസ് ആർ എന്ന് പറഞ്ഞത് അതിൻ്റെ റേഡിയസ് ആണ്, ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഒമേഗനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആംഗുലാർ വെലോസിറ്റിക്കാണ്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ ഇങ്ങനൊരു വീലുണ്ട്, ഈ വീലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. ഇത് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ സെൻറ്ററിനെ നമുക്ക് വേണമെങ്കിൽ ആർ ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കണ്ടുപിടിക്കാം. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വീലിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു തീറ്റ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, തീറ്റ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ വെലോസിറ്റി അറ്റ് സെൻറ്റർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ. സെൻറ്ററിലുള്ള ലീനിയർ വെലോസിറ്റീൻ്റെ ഇക്വേഷനാണ് ആർ, റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അതുപോലെ തന്നെ സെൻറ്ററിലുണ്ടാകുന്ന ലീനിയർ ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് ആർ ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. ലീനിയർ ആക്സിലറേഷൻ ആർ ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൽ തന്നെ വെലോസിറ്റി അറ്റ് സെൻറ്റർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ഈ മൊഡ്യൂൾ 5 നമുക്ക് അത്യാവശ്യം വേണ്ട ഇക്വേഷൻ. വെലോസിറ്റി അറ്റ് സെൻറ്ററിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഇങ്ങനെ കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷനും റൊട്ടേഷനുള്ള ബോഡീൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു തിയറി പഠിക്കുന്നത്, ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷനിൽ മൂവ് ചെയ്യുന്നൊരു ബോഡിയാണ്. അതിന് ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു ബോഡീൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് തിയറി ഉണ്ട്. എന്താണ് ഈ മെത്തേഡ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് എന്തൊക്കെയെന്ന് പഠിക്കുന്നതാണ് അതിൻ്റെ തിയറി. ഈ തിയറി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിനാണ് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. എത്രത്തോളം KTU എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ അത്രയും തവണ തന്നെ. അതിൽ ഒരു എക്സാമിന് മാത്രമാണ് ചോദിക്കാത്ത, ഒരു സപ്ലിമെൻ്ററി എക്സാമിന്. ബാക്കി എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ തിയറി. 5 മാർക്കിനാണ്. അപ്പോൾ 5 മാർക്കിന് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിയറിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ മിനിമം അതിൽ 5 പോയിൻ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു 5 പോയിൻ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ 5 പോയിൻ്റ് നിർബന്ധമായിട്ടും നമ്മൾ എഴുതിയിരിക്കണം 5 മാർക്ക് കിട്ടാൻ. ഫസ്റ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൻ്റെ ഡെഫിനിഷനാണ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇസ് ദ മോഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് എ ബോഡി at a given instant can be considered as that of pure rotation of the body about a point. ഇതിൽ നമ്മളിവിടെ പഠിക്കുന്നത് കമ്പൈൻഡ് മോഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഉള്ളൊരു ബോഡിയാണ്. ഇതിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ, ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിൽ ക്യാൻ ബി കൺസിഡർ ആസ് ദാറ്റ് ഓഫ് പ്യുവർ റൊട്ടേഷൻ ഓഫ് ദ ബോഡി. ഇതിൽ ഈ പ്യുവർ റൊട്ടേഷൻ എന്ന് പറഞ്ഞ വേർഡാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റർ പോയിൻ്റ് അല്ല. ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ 2 റൊട്ടേഷനും
ട്രാൻസ്ലേഷനും ഉള്ള ഒരു ബോഡിക്ക് ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു ഗിവൺ പോയിൻറ്റിൽ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോവും. ഈ പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. എന്താണ്? മോഷൻ ഓഫ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് എ ബോഡി അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് പ്യുവർ റൊട്ടേഷൻ. ഇതുള്ളൊരു ബോഡിയിൽ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ അതിന് പ്യുവർ റൊട്ടേഷൻ ഉള്ളൂ എന്ന് കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുക. അപ്പോൾ ഒരു മാർക്കിനുള്ള ഡെഫിനിഷനാണ് ഇത്. ഈ പോയിൻറ്റിനാണ് 1 മാർക്ക്. ഇതെന്ന് പറഞ്ഞാൽ അഡീഷണലാണ്. റൊട്ടേഷൻ മാത്രമല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി അറ്റ് ദിസ് പോയിൻ്റ് എന്ന് പറയുന്നത്, ലീനിയർ വെലോസിറ്റി അറ്റ് ദിസ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി ഊഹിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരുണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഓഫ് സീറോ വെലോസിറ്റി. ഫസ്റ്റ് മാർക്കിലുള്ള ഒരു മാർക്കിനുള്ളതാണ് പ്യുവർ റൊട്ടേഷനുള്ള ഒരു ഇൻസ്റ്റൻറ്റിൽ കൺസിഡർ ആസ് എ പ്യുവർ റൊട്ടേഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റിന് ഫസ്റ്റ് മാർക്ക്. രണ്ടാമത്തേത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന് 2 പ്രോപ്പർട്ടി ഉണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ പറയുന്നത് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ഈ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. വെലോസിറ്റിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയുന്നതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, വെലോസിറ്റി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അതായത് ഇപ്പം നമ്മൾ കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഉള്ളൊരു ബോഡി കൺസിഡർ ചെയ്യാണ്. ഈ ഒരു വീല് ഈ ഒരു സർഫസ് കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബോഡി ഒരു സർഫസ് കൂടെ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, അതായത് പ്യുവർ റൊട്ടേഷനുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളെ സർഫസും വീലും കൂടി കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. നമ്മൾ ഐ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റിലുള്ള വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് വെലോസിറ്റി അറ്റ് എ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, വെലോസിറ്റി അറ്റ് എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിൻറ്റും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണ്. ഐ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റുമ്പോൾ വരുന്ന കോൺസ്റ്റൻ്റാണ് ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ആങ്കുലാർ വെലോസിറ്റി. വെലോസിറ്റി അറ്റ് എ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐ എ ചെയ്താൽ നമുക്ക് കിട്ടും. ഇപ്പം ഇനി ഇവിടെ വേറൊരു പോയിൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ബി. വെലോസിറ്റി ഓഫ് ബി, ബിയിലുള്ള വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വെലോസിറ്റി അറ്റ് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്, ഐ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ നമ്മൾ മാറ്റുമ്പോൾ അവിടെ ഒരു ആങ്കുലാർ വെലോസിറ്റി ഒമേഗ വരും ഇൻറ്റു ഐ ബി. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആൻഡ് പോയിൻറ്റ്, സെൻറ്ററും നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് വെലോസിറ്റിൻ്റെ ഡയറക്ഷനാണ്. നമ്മൾ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്കറിയാം. അതിൻ്റെ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഇനി വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ. വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ അറ്റ് എനി പോയിൻ്റ് ഓൺ എ ബോഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദാറ്റ് പോയിൻ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അതായത് എ എന്നുള്ള പോയിൻ്റിലെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഐയും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഈ പോയിൻറ്റും കണക്ട് ചെയ്ത ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ, വി എൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. വെലോസിറ്റി അറ്റ് എനി പോയിൻ്റ് ഓൺ എ ബോഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് പോയിൻ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. പോയിൻറ്റും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും തമ്മിലുള്ള ജോയിൻ ചെയ്ത ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? ആ പോയിൻറ്റിലുള്ള വെലോസിറ്റി ഉണ്ടാവുക. അപ്പോൾ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വി ബി ഉണ്ടാവുക. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എഴുതുന്നതിന് 1 മാർക്ക്, സെക്കൻഡ് പ്രോപ്പർട്ടി എഴുതുന്നതിന് അടുത്ത 1 മാർക്ക്. അപ്പോൾ ടോട്ടൽ 3 മാർക്സായി. ഈ തിയറി മാത്രം എഴുതിയാൽ നമുക്ക് ഫുൾ 5 മാർക്ക് കിട്ടില്ല. ഇതിന് 2 ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. ഇതിൻ്റെ ഫിഗറും കൂടി ഇൻക്ലൂഡ് ചെയ്തെങ്കിലേ നമുക്ക് 5 മാർക്കിൽ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഇറഗുലർ ബോഡിയിൽ 2 വെലോസിറ്റി ഉണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി
ഈ ഡയറക്ഷനിലാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ വേറെ ഇവിടെ ബി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടുത്തെ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണെന്ന് അസ്യൂം ചെയ്യുക. ഈ ഒരു ബോഡിയിലെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കൺസിഡർ പ്യുവർ റൊട്ടേഷൻ, കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ഉള്ള ഒരു ബോഡിയിൽ ഒരു പോയിന്റിൽ പ്യുവർ റൊട്ടേഷൻ ഉണ്ട്. ആ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ വെക്ടർ ബീൻ്റെ പെർപെൻഡിക്കുലറാണ് ഈ ലൈന്. അതുപോലെ തന്നെ വെലോസിറ്റി വെക്ടർ എക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇതിൻ്റെ പെർപെൻഡിക്കുലറാണിത്. ഈ രണ്ട് പെർപെൻഡിക്കുലറും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ബോഡിയിലെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററാണ് ഇത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. വെൻ ദ വെലോസിറ്റീസ് ആർ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. വെലോസിറ്റീസ് ആർ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അടുത്ത കേസ് വെലോസിറ്റീസ് ആർ പാരലൽ. അപ്പോൾ നമുക്കറിയാം രണ്ട് വെലോസിറ്റിൻ്റെ എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി ഈ ഡയറക്ഷനാണ്, വെലോസിറ്റി ഓഫ് എ. വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നതും ഇതേ ഡയറക്ഷനിലാണ്. രണ്ട് വെലോസിറ്റീസും എന്താണ് പാരലലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു, ഇതിനും നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. ഇതേതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യോ? ഇല്ല. ഇങ്ങനത്തെ കേസിൽ, അതായത് വെൻ ദ വെലോസിറ്റീസ് ആർ പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യാത്ത കേസാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വെലോസിറ്റി വെക്ടറിൻ്റെ ടെയിലുകൾ ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കുക, ഹെഡുകൾ ജോയിൻ ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. നമുക്ക് ഡൗട്ട് വരും, എ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി ഈ ഡയറക്ഷനിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി ഈ ഡയറക്ഷനിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് വെലോസിറ്റീസും മാഗ്നിറ്റ്യൂഡ് പാരലലാണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങനത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ടെയിലുകൾ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കും, വെലോസിറ്റി വെക്ടറിൻ്റെ ഹെഡുകൾ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കും. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇങ്ങനെ ഈ മൂന്ന് ഫിഗറും കൂടി ചെയ്താലാണ് നമുക്ക് ബാക്കിയുള്ള 2 മാർക്സും കൂടി കിട്ടുക. ആണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അടുത്തത് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലമാണ് എ സിലിണ്ടർ ഓഫ് റേഡിയസ് 1 meter rolls without slipping along a horizontal plane AB. Its center has a uniform velocity of 20 meter per second. Find the velocities of the point D and E on the circumference of a cylinder. അപ്പോൾ മൊഡ്യൂൾ 5-ലെ മൊഡ്യൂൾ 6-നും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ യൂണിറ്റ്സും നമ്മൾ SI യൂണിറ്റ്സിൽ ബേസിക് യൂണിറ്റിക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എല്ലാ ലെങ്ത്ത് യൂണിറ്റ്സുകളും മീറ്ററിലായിരിക്കണം, എല്ലാ ടൈമുകളും നമ്മൾ സെക്കൻഡൊക്കെ ആയിരിക്കണം, എല്ലാ ലോഡുകൾ അല്ലെങ്കിൽ ഫോഴ്സുകളൊക്കെ ന്യൂട്ടണിലായിരിക്കണം. അങ്ങനെ എല്ലാതും നമ്മൾ ബേസിക് യൂണിറ്റിക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ മൊഡ്യൂൾ 5-ലെയും മൊഡ്യൂൾ 6-ലെയും പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഒരൊറ്റ റീഡിങ് 2 റീഡിങ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സിലിണ്ടറിൻ്റെ റേഡിയസ് R is equal to 1 meter ആണ്. യൂണിറ്റ് ഇൻ മീറ്റർ ആണ്, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ റൊട്ടേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയാണ്. അതിൻ്റെ സെൻറ്ററിൽ യൂണിഫോം വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി അറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് 20 meter/second ആണ്. മീറ്റർ യൂണിറ്റ് ആണ്, സെക്കൻഡ് നമ്മൾ പറഞ്ഞ യൂണിറ്റ് തന്നെയാണ്, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സെൻറ്ററിലുള്ള വെലോസിറ്റി. ഇനി ഡി എന്ന് പറഞ്ഞ പോയിന്റിലെയും ഇ എന്ന് പറഞ്ഞ പോയിന്റിലെയും വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാ പ്രോബ്ലത്തിലെയും കമ്പൈൻഡ് മോഷൻ ആൻഡ് ട്രാൻസ്ലേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സെൻറ്ററിലുള്ള വെലോസിറ്റി ഇസ് ഈക്വൽ ടു R × ഒമേഗ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. വെലോസിറ്റി അറ്റ് സെൻറ്ററിൽ
20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു വെലോസിറ്റിൻ്റെ സെൻറ്ററിലുള്ള വെലോസിറ്റി ഈക്വൽ ടു ആർ ഒമേഗ. ഈ ഇക്വേഷൻ ബേസിക് ഇക്വേഷനാണ്, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഇക്വേഷനാണ്. ദാറ്റ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. റേഡിയസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. ദെർഫോർ ആംഗുലർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 20 റേഡിയൻസ് പെർ സെക്കൻഡ്. ഒമേഗൻ്റെ യൂണിറ്റാണ് റേഡിയൻസ് പെർ സെക്കൻഡ്. ഫസ്റ്റ് സ്റ്റെപ്പാണിത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ ഡി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി ദാറ്റ് ഈസ് വെലോസിറ്റി അറ്റ് ഡി. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിന് 2 പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഏതൊരു പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് ഡി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് സിമ്പിൾ മാറ്റുമ്പോൾ നമുക്ക് വരുന്ന കോൺസ്റ്റൻ്റ് ആണ് ഒമേഗ ഇൻറ്റു ഐ ഡി. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഈ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഡി എന്ന് പറയുന്നത് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ഐ ഡി എന്ന് പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. ഇങ്ങനൊരു സിലിണ്ടർ എ ബി എന്ന് പറഞ്ഞ സർഫസ് കൂടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഈ സിലിണ്ടറും നമ്മളെ സർഫസും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഉണ്ടാവുക. ഇതാണ് ഇവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അപ്പോൾ വെലോസിറ്റി അറ്റ് ഡിക്ക് നമുക്ക് എഴുതാം വെലോസിറ്റി അറ്റ് ഡി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഡി തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒമേഗൻ്റെ വാല്യൂ 20, ഐയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഐ തൊട്ട് ഡി വരെ ഐയും ഡിയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ ഇതെന്ന് പറയുന്നത് റേഡിയസ് ആണ്, ദാറ്റ് ഈസ് 1 മീറ്റർ. ഇതെന്ന് പറയുന്നത് റേഡിയസ് ആണ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ, ഒരു ട്രയാങ്കിളിൻ്റെ ഡയഗണൽ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ബേസ്ഡ് ഓൺ പൈതഗോറസ് തിയറം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ചെയ്താൽ മതി. ഇപ്പോൾ ഐ ഡി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 20 റൂട്ട് 2 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ലൈൻ ഐ ഡി. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ട് എന്താ, വെലോസിറ്റി അറ്റ് ഇ കണ്ടുപിടിക്കണം. സെയിം മെത്തേഡ്. വെലോസിറ്റി അറ്റ് ഇനെ നമുക്ക് എന്ത് എഴുതാം, ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വെലോസിറ്റി അറ്റ് ഇ ഈസ് ഒമേഗ ടൈംസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് ദ പോയിൻറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് ആംഗുലാർ വെലോസിറ്റി. ഒമേഗ എന്ന് പറയുന്നത് 20 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 20 ഇൻറ്റു ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഇയും, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇതാണ്, ഇ എന്ന് പറയുന്നത് ഇതാണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയും വരെ 1 മീറ്റർ റേഡിയസ്, ഇത് 1 മീറ്റർ റേഡിയസ്, ഐ തൊട്ട് ഈ വരെയുള്ള ഡിസ്റ്റൻസ് 2, ദാറ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് velocity E is perpendicular to line IE. This is the answer. So simple, right? Okay. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. The problem പറയുന്നത് കോമ്പൗണ്ട് വീലാണ്, റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, ഷോൺ ഇൻ ഫിഗർ. വെലോസിറ്റി അറ്റ് സെൻറ്റർ ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ പോയിൻറ്റ് എ ആൻഡ് ബി. അപ്പോൾ കോമ്പൗണ്ട് വീലാണ്. കോമ്പൗണ്ട് വീല് പറഞ്ഞാൽ 2 സർക്കിളുണ്ട്, ഒരു ചെറിയൊരു സർക്കിളുണ്ട്, ഒരു വലിയൊരു സർക്കിളുണ്ട്. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 0.2 മീറ്ററാണ്. വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.4 മീറ്ററാണ്. ചെറിയ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ചെറിയ റോളറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എവിടെ വരിക, നമ്മൾ വീലും സർഫസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഓൾവേസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. ഇവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറഞ്ഞ പോയിൻറ്റിലെയും ബി എന്ന് പറഞ്ഞ പോയിൻറ്റിലെയും വെലോസിറ്റിയാണ്. ആസ് വി ഓൾറെഡി ഡിസ്കസ്ഡ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
വെലോസിറ്റി അറ്റ് സെൻറ്റർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗയാണ്. സെൻറ്ററിലുള്ള വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ 2 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ഒമേഗ. ഇവിടെ കൺഫ്യൂഷൻ ആവും. 2 റേഡിയസ് ഉണ്ട്. ചെറിയ സർക്കിളിൻ്റെ റേഡിയസും ഉണ്ട്, വലിയ സർക്കിളിൻ്റെ റേഡിയസും ഉണ്ട്. നമ്മളിവിടെ ഏത് സർക്കിളിൻ്റെ റേഡിയസ് എടുക്കുക? ഏത് സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്, ഇപ്പോൾ ഇത് കോണ്ടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ സർക്കിൾ മൂവ് ചെയ്യണത് അല്ലെങ്കിൽ വീല് മൂവ് ചെയ്യണത്. ഏത് സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണോ വീല് മൂവ് ചെയ്യണത് ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് സെൻറ്ററിൽ ഉണ്ടാകുന്ന വെലോസിറ്റി എടുക്കുക. അപ്പോൾ ചെറിയ സർക്കിളിനെ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ്. ഡയമീറ്റർ ആണ് 0.2, റേഡിയസ് 0.1 മീറ്റർ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ഒമേഗ. Therefore, omega is equal to 2 divided by 0.1, which is equal to 20 radians per second. First step. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി അറ്റ് പോയിന്റ് എയിലുള്ള വെലോസിറ്റി. വെലോസിറ്റി അറ്റ് എ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് സെൻറ്ററിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ആൻഡ് ദ പോയിൻറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒമേഗൻ്റെ വാല്യൂ നമുക്ക് 20 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഇവിടെയാണ്, എ എന്ന് പറയുന്നത് ഇതാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ഇത്രയും വരെ എന്ന് പറയുന്നത് എന്താ? വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് 0.2. ഇതെന്ന് പറയുന്നത് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് 0.1. ടോട്ടൽ ഐ തൊട്ട് എ എന്ന് പറയുന്നത് 0.2 + 0. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റിയാണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആസ് പെർ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡിൽ നമുക്കറിയാം ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ബി എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമുക്കറിയാം ഒമേഗൻ്റെ വാല്യൂ 20 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും പോയിൻറ്റും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് കിട്ടണം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.2 ആണ്. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.1 ആണ്. 0.2 - 0.1 ചെയ്യുമ്പോൾ നമുക്ക് ഐ ബി ഈസ് ഈക്വൽ ടു 0.1 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അടുത്തതൊരു പ്രോബ്ലം ചെയ്യാം. ഇത് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു പ്രാവശ്യം 2 തവണ ചോദിച്ചൊരു പ്രോബ്ലമാണ്. ഒരു വെറൈറ്റി ടൈപ്പ് പ്രോബ്ലമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എ സിലിണ്ട്രിക്കൽ റോളർ ഈസ് ഇൻ കോണ്ടാക്ട് അറ്റ് ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് 2 കൺവേയേഴ്സ് ബെൽറ്റ് എ ബി ആൻഡ് ഡി ഇ ആസ് ഷോൺ ഇൻ ഫിഗർ. ഒരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടർ 2 ബെൽറ്റ് എ ബി എന്ന് പറഞ്ഞ ബെൽറ്റിനും ഡി ഇ എന്ന് പറഞ്ഞ ബെൽറ്റിനും ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് റൺസിന്. ഇഫ് ദ ബെൽറ്റ് റൺസ് അറ്റ് യൂണിഫോം സ്പീഡ് ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 2 മീറ്റർ പെർ സെക്കൻഡ് റെസ്പെക്റ്റീവ്ലി. എ ബി 3 മീറ്റർ പെർ സെക്കൻഡിലും ഡി ഇ 2 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഫൈൻഡ് ദ ലീനിയർ വെലോസിറ്റി. ഫൈൻഡ് ദ ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി പറഞ്ഞാൽ സെൻറ്ററിലുള്ള വെലോസിറ്റി ആൻഡ് ദ ആംഗുലാർ വെലോസിറ്റി വിച്ച് മീൻസ് ഒമേഗ ഓഫ് ദ റോളർ. വി സിയും ഒമേഗയും കണ്ടുപിടിക്കണം റോളറിൻ്റെ. 2 കണ്ടീഷനും തന്നിട്ടുണ്ട്. ദ വെലോസിറ്റീസ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ, ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റീസ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 2 കണ്ടീഷനാണ്, 2 കണ്ടീഷൻ്റെയും പ്രോബ്ലം. ആൻഡ് ദ ഡയമീറ്റർ ഓഫ് റോളർ ഈസ് 40 സെൻറ്റിമീറ്റർ. നമുക്കറിയാം, നമുക്ക് 5th 6th മൊഡ്യൂളിലെ എല്ലാ യൂണിറ്റുകളും നമ്മൾ മീറ്റർക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. 40 സെൻറ്റിമീറ്ററിന് നമുക്ക് എന്ത് എഴുതാം? 0.4 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് when the velocities are in same direction. 3 meter per second പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടും സെയിം ഡയറക്ഷനിലാണ്. ഇങ്ങനെ 2 ബെൽറ്റ് ഉണ്ടാകുമ്പോൾ ഒറ്റ റോളറും ഒരു സർഫസും ആണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ ഇവിടെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇവിടെ എന്തുണ്ട്? 2 ബെൽറ്റ് ഉണ്ട്. 2 ബെൽറ്റിനും 2 വെലോസിറ്റി ഉണ്ട്. ഇങ്ങനത്തെ കേസിൽ ആണ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററിൽ നമ്മൾ സെക്കൻഡ് കേസ്
ഇഫ് ദർ ആർ ടു പാരലൽ ഫോഴ്സസ് സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക വെലോസിറ്റി വെക്ടറിൻ്റെ എൻഡ് ടെയിലുകൾ തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരക്കും, വെലോസിറ്റി വെക്ടറിൻ്റെ ഹെഡുകൾ ജോയിൻ ചെയ്തൊരു ലൈൻ വരക്കും. ഈ രണ്ട് ലൈനുകളും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എന്ത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറയുന്നത്. പിൻ്റെ ക്യൂവിൻ്റെ നടുവിൽ എന്തുണ്ട് സി ഉണ്ട്. പി തൊട്ട് ക്യൂ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 0.4 മീറ്ററാണ്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വെലോസിറ്റി അറ്റ് സെൻറ്ററും ഒമേഗൻ്റെ വാല്യൂ ആണ്. എല്ലാ കേസിലും നമ്മൾ ഇത് രണ്ടും വെലോസിറ്റി അറ്റ് സെൻറ്റർ തന്നിട്ടുണ്ടാവും, ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പോയിൻറ്റ്സിലുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചത്. ഇത് നേരെ തിരിച്ചാണ് പ്രോബ്ലം. പോയിൻറ്റിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്, വി സിയും ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാം. നമുക്കറിയാം പി എന്നുള്ള പോയിൻറ്റിലുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് വെലോസിറ്റി അറ്റ് പി കണ്ടുപിടിക്കാൻ ആസ് പെർ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി അറ്റ് പി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐ പി എന്ന് എഴുതാം. ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്ററും ഇതും വെച്ചു. വെലോസിറ്റി അറ്റ് പി എത്രയും നമുക്കറിയാം 3 ആണെന്നറിയാം. 3 ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.4 മീറ്ററാണ്. ഐ ക്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് അൺനോൺ ആണ്. അപ്പോൾ നമ്മൾ അൺനോൺ ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് എന്ന് മാർക്ക് ചെയ്തു. എന്ത് വരുന്നു 0.4 പ്ലസ് എക്സ്, ദാറ്റ് ഈസ് 0.4 ഒമേഗ പ്ലസ് ഒമേഗ എക്സ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത എന്ത് ചെയ്തു, വെലോസിറ്റി അറ്റ് ക്യൂ. വെലോസിറ്റി അറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് ഐ ക്യൂ എന്ന് എഴുതാം. ദാറ്റ് ഈസ് വെലോസിറ്റി അറ്റ് ക്യൂ 2 ആണ്, ഒമേഗൻ്റെ വാല്യൂ അൺനോൺ ആണ്, ഐ തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ദർഫോർ ഒമേഗ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. പുട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. എന്ത് വരും, ഇക്വേഷൻ 1 becomes 3 is equal to 0.4 ഒമേഗ പ്ലസ് ഒമേഗ എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒമേഗ എക്സ് ഇസ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫ്രം വിച്ച് ഒമേഗൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 2.5 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഫ്രം ഇക്വേഷൻ 2 നമുക്ക് എന്ത് കിട്ടും, 2 ഇസ് ഈക്വൽ ടു ഒമേഗ എക്സ് ആണ്. ദാറ്റ് ഈസ് 2 ഇസ് ഈക്വൽ ടു ഒമേഗൻ്റെ വാല്യൂ 2.5 ഇൻറ്റു എക്സ്, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2.5 വിച്ച് ഇസ് ഈക്വൽ ടു 0.8 മീറ്റർ. നമ്മളോട് ഒമേഗൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒമേഗ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് സെൻറ്ററിലുള്ള വെലോസിറ്റിയാണ്. ഇപ്പോൾ വി ക്യൂനെ നമ്മൾ ഒമേഗ ഇൻറ്റു ഐ ക്യൂ എന്ന് എഴുതി, വി പിനെ നമ്മൾ ഒമേഗ ഇൻറ്റു ഐ പി എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ വി സിനെ നമുക്ക് എന്ത് എഴുതാം, ഒമേഗ ഇൻറ്റു ഐ സി എന്ന് എഴുതാം. ഒമേഗൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര, 2.5 ആണ്. ഐ സി എന്ന് പറയുന്നത് ഐ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ്, ഐ തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ എക്സ് ആണ്, പ്ലസ് ക്യൂ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.4ൻ്റെ പകുതി ആയിരിക്കും, ദാറ്റ് ഈസ് 0.2. ദാറ്റ് ഈസ് 2.5 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 0.8 പ്ലസ് 0.2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടി. ഓക്കെ, ഫസ്റ്റ് കേസിലുള്ള സെയിം ഡയറക്ഷനിലാവുമ്പോഴുള്ള ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അടുത്തത് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ഉള്ള കേസ്, വെൻ ദ വെലോസിറ്റീസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ പി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, പിയിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്, 3 മീറ്റർ പെർ സെക്കൻഡ്. ക്യൂ എന്ന് പറയുന്ന വേറൊരു പോയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. പാരലൽ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങനത്തെ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാൻ വെലോസിറ്റിൻ്റെ ടെയിലുകളും വെലോസിറ്റിൻ്റെ ഹെഡുകളും തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ, ഈ ലൈന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. പിൻ്റെ ക്യൂൻ്റെ സെൻറ്ററിൽ സി എന്ന് പറഞ്ഞൊരു പോയിൻ്റ്. ഓക്കെ, നമുക്കറിയാം പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എന്ത്, പി തൊട്ട് ക്യൂ വരെയുള്ള ഡിസ്റ്റൻസ് 0.4 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്.
ഐയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാത്തതുകൊണ്ട് ഐ ക്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് നൽകും. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ വെലോസിറ്റി അറ്റ് പി ആസ് പെർ ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ നമുക്ക് എഴുതാം ഒമേഗ ഇൻറ്റു ഐ പി എന്ന് എഴുതാം. വെലോസിറ്റി അറ്റ് പി എന്ന് പറയുന്നത് 3 ആണ്. 3 ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഐ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, ഇത് ഫുള്ള് 0.4 ആണ്. ഐ ക്യൂ വരെയുള്ളത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഐ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് 0.4 മൈനസ് എക്സ്, ദാറ്റ് ഈസ് 3 ഈസ് ഈക്വൽ ടു 0.4 ഒമേഗ മൈനസ് ഒമേഗ എക്സ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇക്വേഷൻ എന്ത് എഴുതാം? ക്യൂവിലുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് വി ക്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐ ക്യൂ എന്ന് എഴുതാം. വെലോസിറ്റി അറ്റ് ക്യൂ എത്ര? 2 ആണ്. 2 ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഐ ക്യൂ എക്സ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുട്ട് ഇക്വേഷൻ 2 in 1. Therefore 1 implies 3 is equal to 0.4 omega minus omega x. Omega xൻ്റെ വാല്യൂ നമുക്ക് എത്രയും 2 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore 1 is 5 is equal to 0.4 omega. Therefore omega is equal to 12.5 radians per second എന്ന് കിട്ടി. ഒമേഗൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ എന്ത് കണ്ടുപിടിക്കാം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 2ന്ന് എന്ത് കണ്ടുപിടിക്കാം? 2 is equal to omega x ആണ്. That is 2 is equal to omega 12.5 into x. Therefore x is equal to 2 divided by 12.5. (0.16 meter). അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ ആംഗുലാർ വെലോസിറ്റി കിട്ടി നമുക്ക്. ഇനി ലീനിയർ വെലോസിറ്റി വി സി കണ്ടുപിടിക്കണം. വി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വെലോസിറ്റി അറ്റ് സി ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് ഐ സി. ഒമേഗൻ്റെ വാല്യൂ 12.5 ഇൻറ്റു ഐ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ക്യൂ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0.2 ആണ്. കാരണം പി ക്യൂവിൻ്റെ ഹാഫിലാണ് സി ഉള്ളത്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 0.2 ആണ്. 0.2ന്ന് എക്സ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐ സി കിട്ടും. 0.2 മൈനസ് എക്സ് ഈസ് 12.5 ഇൻറ്റു 0.2 മൈനസ് 0.16 which is equal to 0.5 meter per second. I hope everyone understand this problem.